ഒരു ഫിയേഴ്സ് ബാറ്റിൽ തന്നെയാണ് ഇപ്പോൾ ബംഗാളിൽ നടന്നിരിക്കുന്നത്. എക്സ്ട്രീം ക്ലോസ് കോണ്ടസ്റ്റ് എന്ന് പറയേണ്ടി വരും. പക്ഷേ അങ്ങനെയാണെങ്കിലും താഴെ നിന്നല്ലെങ്കിൽ ഒരു അണ്ടർഡോഗ് എന്നുള്ള രീതിയിൽ കയറി വന്ന BJPക്ക് ഒരു വേവ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അത്രയും പാർട്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 1-2 വർഷമായിട്ട് ബംഗാളിൽ കൃത്യമായ രീതിയിൽ തന്നെ പ്രവർത്തിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു നിലയിലെങ്കിലും എത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൈനൽ കാൽക്കുലേഷനിലേക്ക് എത്താൻ ബംഗാളിലെ സാഹചര്യത്തിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം റിസൾട്ട് വന്നാൽ മാത്രമേ ഒരു കറക്റ്റ് പ്രഡിക്ഷനിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. പക്ഷേ അപ്പർ ഹാൻഡ് BJPക്കുണ്ട്. BJP പ്രതീക്ഷിക്കുന്ന രീതിയിൽ സെക്കൻഡ് ഫേസിലും മാന്യമായ രീതിയിലുള്ളൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ മമത വീഴും എന്നുള്ളത് ഉറപ്പാണ്. മമതയുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം മമതയ്ക്ക് പോലും ഒരു കൃത്യമായ ക്ലൂ ഇല്ല എന്നതാണ് വസ്തുത. മമത ഇത്രയും ടെൻസ്ഡ് ആയിട്ട് സമീപകാലത്തൊന്നും ആരും ഒരു വോട്ടിംഗ് ഡേ, അതായത് പോളിംഗ് ഡേയിൽ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അധിർ രഞ്ജൻ ചൗധരി കോൺഗ്രസ് നേതാവ് തന്നെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒരു സൂചനയാണ്. എന്നാൽ BJP ക്യാമ്പ് കോൺഫിഡൻ്റ് ആണ്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഫേസിൽ നല്ലൊരു മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഫേസിൽ മമതയുടെ കോട്ടകളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ മമതയ്ക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടെങ്കിൽ പോലും വലിയൊരു മുന്നേറ്റം BJP ഉണ്ടാക്കിയിട്ടുണ്ടാകുമെന്നുള്ള ഒരു പിക്ചറാണ് കാണാൻ സാധിക്കുന്നത്. എക്സിറ്റ് പോളുകളും ആ രീതിയിലാണ് സൂചിപ്പിക്കുന്നത്.